വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഗ്രാഫ് പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ സ്റ്റേജസിൻ്റെ ഗ്രാഫുകളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് പറയാമല്ലോ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഒക്കെ ഇൻക്രീസ് ആയിട്ട് പോകുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ഡിമിനിഷിംഗ് ആയിട്ട് പോകുന്നു. തേർഡ് സ്റ്റേജിൽ നെഗറ്റീവായിട്ട് MP ഒക്കെ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് പോകുന്നു. അതേക്കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഈ മൂന്ന് സ്റ്റേജിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് റിട്ടേൺ ഇൻക്രീസ് റിട്ടേൺ സ്കെയില്, കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയില്, ഡിമിനിഷ് റിട്ടേൺ സ്കെയിൽ, ഇങ്ങനെ മൂന്ന് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂന്ന് റിട്ടേൺ സ്കെയില് വരുന്നുണ്ട്. അപ്പോൾ 3 stages ഓഫ് ദി ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ക്യാൻ ബി എക്സാമിൻഡ് ആസ് ഫോളോ. 3 സ്റ്റേജിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ചെറിയ രീതിയിൽ നമ്മൾ MP കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ 3 സ്റ്റേജ് ഏതൊക്കെ ലെവലിലാണ് പോകുന്നത് അതിനെ കുറിച്ചൊരു ഗ്രാഫ് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേജ് 1 ഒന്നാമത്തെ പറയുന്നത് എന്താ, സ്റ്റേജ് 1 in the stage the marginal product of the value input increase as more of it is added to the production process. ഒന്നാം സ്റ്റേജിൽ എന്താ ഉപയോഗിച്ചത്, മാർജിനൽ പ്രൊഡക്റ്റ് ഒരുപാട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അത് ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ ആയത്. നമുക്കറിയാം. അപ്പോൾ AP എന്ത് ചെയ്തു, ചെറിയ തോതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. MP എന്ന് പറയുന്നത് എന്താ, AP എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ടോട്ടൽ ആയിരിക്കണം, മറ്റുള്ള ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് AP കണ്ടെത്തുക. മാർജിൻ എന്ന് പറയുന്നത് AP ടോട്ടലും കാട്ടിലും മേലെ ഉപയോഗിക്കുന്നതാണ് മാർജിനിൽ എന്ത് ചെയ്ത് ഒരുപാട് ഇവിടെ ഉപയോഗിച്ചു. അതാണ് സ്റ്റേജ് 1 പറയുന്നത്. ദിസ് ഇസ് ഡ്യൂ ടു ദി ഇൻക്രീസ്ഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ ആസ് വെൽ ആസ് ദി എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഫിക്സ്ഡ് ഇൻപുട്ട്. ഇവിടെ വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്, ഫിക്സ്ഡ് ഇൻപുട്ടാണ്. ആസ് എ റിസൾട്ട് ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ്, ഇവിടെ ഒരു സ്പേസ് വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് റേറ്റ് ടിൽ P ആൻഡ് ലേറ്റർ ഡിക്രീസിങ് അറ്റ് ഡിക്രീസ് റേറ്റ് ഫ്രം P to Q. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിൽ എന്താണ്, P വരെ ഇൻക്രീസ് ചെയ്തു, പിന്നെ P to Q വരെ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു ഈക്വൽ ലെവലായിട്ട് കുറയാൻ തുടങ്ങി. അതാണ് പറഞ്ഞത്. ആസ് എ റിസൾട്ട് ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ്, മൊത്തത്തിൽ എന്ത് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് കൂടി ഇപ്പോൾ എന്തായി, ഇൻക്രീസ് ചെയ്തു. അതിന് ഇൻക്രീസ് ലെവലിൽ ഇൻക്രീസ് ചെയ്തു ടിൽ P വരെ എന്ത് ചെയ്തു, നമ്മൾ ഇൻക്രീസിൽ തന്നെയാണ് മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും ഒക്കെ പോയത്. അതിന് ലേറ്റർ അതിന് ശേഷം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഡിക്രീസ് റേറ്റ് ഫ്രം P to Q എത്തിയപ്പോൾ എന്തായി, MP AP ഒക്കെ എന്തായി, ലെവല് കുറയാൻ തുടങ്ങി. അതാണ് സ്റ്റേജ് 1 പറയുന്നത്. ഈ സ്റ്റേജ് 2 പറയുന്നത് എന്താണ്, ഈ സ്റ്റേജ് 2 പറയുന്നത് മാർജിനൽ പാർട്ട് ഓഫ് ദി വാരിയബിൾ ഇൻപുട്ട് ബിഗിൻസ് ടു ഡിക്ലൈൻ ആസ് മോർ ഓഫ് ഇറ്റ് ഈസ് ആഡഡ് ടു ദി പ്രൊഡക്ഷൻ പ്രോസസ്. മാർജിനൽ പാർട്ട് ഒരുപാട് ആഡ് ചെയ്തു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. രണ്ടാമത്തെ സ്റ്റേജിൽ ഒരുപാട് ആഡ് ചെയ്തപ്പോൾ എന്തായി, മാർജിനൽ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് കുറഞ്ഞു വരുന്നു മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോഴും ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, അവരുടെ കപ്പാസിറ്റി വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് ഒരുപാട് ആഡ് ചെയ്താണ്ട് അവിടെ പ്രൊഡക്ഷൻ പ്രോസസ് എന്താണ്, തകർന്നു കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ഡ്യൂ ടു ദി ലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് ഫിക്സ്ഡ് ഇൻപുട്ട് സച്ച് ആസ് മെഷീൻസ് ആൻഡ് ബിൽഡിങ്സ്. കാരണം ഫിക്സ്ഡ് ഇൻപുട്ടാണ്, ചെറിയ കാര്യം മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഷോർട്ട് റണ്ണിലാണ് ഫിക്സ്ഡ് ഇൻപുട്ടാണ്. മെഷീൻസും ബിൽഡിങ്സും ഒക്കെ ഉപയോഗിക്കാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. കാരണം ഇൻപുട്ട് ഒരുപാട് കഴിഞ്ഞല്ലോ, മാർജിനൽ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്താണ്ട് ഇൻപുട്ട് ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്തായി, സ്റ്റേജ് 2 മാർജിനൽ ലെവൽ എന്തായി, ഡിക്ലൈൻ ആയി തുടങ്ങി. അതാണ് സ്റ്റേജ് 2 പറഞ്ഞത്. ഇനി സ്റ്റേജ് 3 എത്തിയപ്പോൾ എന്തായി, ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി വേരിയബിൾ ഇൻപുട്ട് ബിക്കംസ് നെഗറ്റീവ്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, മാർജിനൽ എന്തായി, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ലെവലിലോട്ട്, ആ കർവിൻ്റെ 0 ലെവലിലോട്ട് പുറത്തിലോട്ട് വന്നു, നെഗറ്റീവായി. മീനിങ് ദാറ്റ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി ഇൻപുട്ട് റിഡ്യൂസ് ദ ടോട്ടൽ പ്രൊഡക്റ്റ്. ഓരോ സ്റ്റേജിലും നമ്മൾ അഡീഷണൽ യൂണിറ്റ് ചെയ്തപ്പോൾ അവിടെ ഇൻപുട്ട് എന്തായി, കുറഞ്ഞു വന്നു. അവസാന മാർജിനൽ എവിടെ എത്തി, നെഗറ്റീവ് എത്തി. അതാണ് സ്റ്റേജ് 3 പറയുന്നത്. ദിസ് ക്യാൻ ഒക്കർ വെൻ ദി ഇൻപുട്ട് ഈസ് യൂസ്ഡ് ഇൻ ദി എക്സസ് ഓഫ് ഇറ്റ്സ് ഒപ്റ്റിമൽ ലെവൽ ഓർ വെൻ ദി ഫിക്സ്ഡ് ഇൻപുട്ട് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. ഫിക്സ്ഡ് ഇൻപുട്ട് എന്ത് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ സ്റ്റേജ് 3 എത്തി നോക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്തായി, കാരണം അവിടെ ഇൻപുട്ട് ഇല്ല. കാരണം ടോട്ടൽ ഔട്ട്പുട്ട് ടോട്ടൽ പ്രൊഡക്റ്റിനെക്കാട്ടിൽ ഉപയോഗിക്കുന്നതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. അത് ഒരുപാട് ഉപയോഗിച്ചപ്പോൾ ടോട്ടലിനെക്കാട്ടിൽ നമ്മൾ അധികം ഉപയോഗിച്ചപ്പോൾ എന്തായി,
അവസാനത്തെ സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പ്രൊഡക്റ്റ് ഇല്ലാതെ ഇൻപുട്ട് ഇല്ലാതെ വന്നാണ് അവർ നെഗറ്റീവ് സ്ലോപ്പിലോട്ട് പോയി. പക്ഷേ ടോട്ടൽ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റൊക്കെ എന്തായി ഒരു ഫിക്സ്ഡ് ലെവലിൽ ഒരു ലിമിറ്റ് കപ്പാസിറ്റിയിൽ പിടിച്ച് നിന്നു, ഒപ്റ്റിമൽ ലെവലിൽ നിന്നു. പക്ഷെ മാർജിൻ പ്രൊഡക്റ്റ് എന്തായി ഡിഗ്രീസ് ആയിട്ട് നെഗറ്റീവ് ലെവലിൽ എത്തി. ഇനി പറയുന്ന ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ഈ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഇവിടെ പറഞ്ഞു, ഇതുവരെ നമ്മൾ പറഞ്ഞ ഷോർട്ട് ടേൺ കൺസെപ്റ്റാണ്. നമുക്ക് പറയുന്നത് ലോങ് ടേൺ കൺസെപ്റ്റാണ്. കാരണം നമ്മളൊരു ഡിഫറൻസ് പറഞ്ഞു, ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും വാസ്റ്റ് ലോങ് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും. അവിടെ ഷോർട്ട് ടേണിൻ്റെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനാണ് പറഞ്ഞത്. ലോങ് ടേൺ എന്ന് പറയുന്നത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റ് എന്തെങ്കിലും ഗ്രാഫൊക്കെ പറഞ്ഞ എന്തിലാണ് ഷോർട്ട് ടേൺ ആണ്. നമ്മൾ ഷോർട്ട് ടേൺ ഒരുപാട് കൺസെപ്റ്റുകൾ പറഞ്ഞിരുന്നു. എന്തൊക്കെ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു? നമ്മൾ ലോ ഓഫ് വാരിയബിൾ പറഞ്ഞു, പ്രൊപ്പോർഷൻ പറഞ്ഞു, ഷോർട്ട് ടേണിനെ കുറിച്ച് കാര്യം പറഞ്ഞു, അതിന് ഗ്രാഫിൽ 3 സ്റ്റേജുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ് അതിന് 3 സ്റ്റേജസ് ലെവലുകളൊക്കെ പറഞ്ഞു. അതെങ്ങനെയൊക്കെ മാർജിൻ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെയൊക്കെ ആകുന്നുണ്ടൊക്കെ പറഞ്ഞു. ഇനി ലോങ് റൺ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ പോകുന്നു? ലോങ് റൺ കൺസെപ്റ്റ് ആണെങ്കിൽ ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിൽ റിലേഷൻ ഉണ്ട്? ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി റിസൾട്ടിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ലോങ് റൺ. ലോങ് റണ്ണത്തെ വ്യത്യാസം മറ്റേത് ഫിക്സ്ഡ് ആണ്. ഒരു സംഭവം മാത്രമേ, ഒരു ഫാക്ടേഴ്സ് മാത്രമേ എടുക്കുള്ളൂ, ലേബർ മാത്രം. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ ക്യാപിറ്റലും ടെക്നോളജി മെഷീൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പം എന്താണ്, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഓരോ ഫാക്ടേഴ്സിൻ്റെയും കപ്പാസിറ്റി നോക്കിയിട്ടാണ് ഇവിടെ പ്രോഫിറ്റും കാര്യമൊക്കെ ഉണ്ടാക്കാൻ കഴിയുക. അതിലൊക്കെ വ്യത്യാസം വരും. കാരണം ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ റിലേഷൻഷിപ്പ് ഉള്ളത്, ബന്ധങ്ങളുള്ളത്? സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ റിസൾട്ടിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ലോങ് റൺ. ഈ ലോങ് റണ്ണിന് വരുന്ന റിസൾട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ആസ് ആൾ ഇൻപുട്ട് ആർ ഇൻക്രീസ്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി ബൈ എ സർട്ടൻ പെർസെൻറ്റേജ്. എല്ലാ ഇൻപുട്ടും, കാരണം ഇവിടെ ഒന്നല്ലല്ലോ, ഇവിടെ മൊത്തം ഇൻപുട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. എല്ലാ ഇൻപുട്ടും പ്രൊപ്പോർഷനായിട്ട് ഒരു ഭാഗികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ഒരു നിശ്ചിത തോതിൽ ശതമാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ റിസൾട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിൽ ബി ഇൻക്രീസ്. ഒരു നിശ്ചിത ശതമാനത്തിൽ നമ്മൾ ഒരു ഇൻക്രീസ് ലെവലിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും ബൈ എ ഗ്രേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഈക്വൽ ഓർ സ്മാളർ പെർസെൻറ്റേജ്. ഈക്വൽ ലെവലിലോ അല്ലെങ്കിൽ ഒരു സ്മാൾ പെർസെൻറ്റേജ് ഡിപ്പെൻഡിങ് ഓൺ ദി ഡിഗ്രി ഓർ റിട്ടേൺ ടു സ്കെയിൽ. വല്ലാത്ത രീതിയിൽ നമുക്ക് നെഗറ്റീവ് ലെവലിൽ വരില്ല, ഒരു സ്മാൾ രീതിയിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ബാലൻസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ മാത്രം നമുക്ക് പോകുള്ളൂ. നമുക്കൊരു എല്ലാ ഇൻപുട്ടും ഇൻക്രീസ് ചെയ്താൽ പ്രൊപ്പോർഷനിൽ ഭാഗ്യപരമായിട്ട് നിശ്ചിത ശതമാനം ലെവലിൽ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ നിശ്ചിത ശതമാനം റിസൾട്ട് കിട്ടും. ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കൂടും. അത് ഏതൊക്കെ ലെവലിൽ കൂടും? ഗ്രേറ്റ് ലെവൽ, നല്ല ലെവലിൽ കൂടാം. അതുപോലെ തന്നെ ഈക്വലായിട്ട് നിൽക്കാം. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, കുറവും വരാം. മറ്റുള്ള എന്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, സ്മാൾ ലെവലൊക്കെ എന്ത് ചെയ്യാം, കുറയാം. ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇതാണ് മാർജിൻ പ്രൊഡക്റ്റ്. ഇത് യൂണിറ്റ് ഓഫ് ലോങ് റൺ ആണ്. ഫസ്റ്റ് റിട്ടേൺ ടു സ്കെയിൽ എങ്ങനെ പോകുന്നത്, ലോങ് റൺ റിട്ടേൺ ടു സ്കെയിൽ എങ്ങനെ പോകുന്നത്? ഫസ്റ്റ് ഇൻക്രീസിങ് ആണ്. ആർ ടു പി വരുന്നത് ഇൻക്രീസിങ് ആണ്. പി ടു ക്യൂ വരുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങോട്ട് മാറ്റം വരുന്നില്ല, നേരെ തന്നെ പോവാണ്. 6 നിന്ന് 2 തുടങ്ങിയിട്ട് 8 എത്തുമ്പോൾ ഇവിടെ എന്തായി, 3-ലെത്തി. പിന്നെ 8 നേരെ ഇങ്ങോട്ട് വന്നു, കോൺസ്റ്റൻ്റ് ഒരേ ലെവൽ വന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അപ്പോൾ കോൺസ്റ്റൻ്റ് റിട്ടേൺ ആയി. പിന്നെ ഇങ്ങനെ പതുക്കെ സ്മോൾ ലെവൽ എന്തായി, ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിലായി. അതാണ് ലോ ടു റിട്ടേൺ ടു സ്കെയിലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ള ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ എന്താണ്, റിട്ടേൺ ടു സ്കെയിലിൽ ഇൻക്രീസിങ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് കോൺസ്റ്റൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് ഡിമിനിഷിങ് ആണ്. ഇവിടെ നെഗറ്റീവ് പോകുന്നുണ്ട്, മറ്റത് എന്ത് ചെയ്യുന്നു, നേരെ നെഗറ്റീവ് പോയി. ഇവിടെ നെഗറ്റീവ് പോകില്ല, ഇവിടെ സ്മാൾ ലെവലിലാണ് വരുന്നത്. അപ്പം ഈ ഗ്രാഫിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്? ദ ഫോളോയിങ് ഗ്രാഫ് ഓഫ് ദി ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി റിസൾട്ടിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ലോങ് റൺ. ഓരോ ലെവലിലും നമ്മൾ 3 ലെവൽ പറഞ്ഞു. അത് ഓരോ ലെവലിലും വരുന്ന പ്രൊഡക്ഷനും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ തമ്മിലുള്ള കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. മാർജിൻ പ്രോഡക്റ്റ് ഈസ് റെപ്രസെൻറ്റ് ഓൺ ദി വൈ ആക്സിസ്. മാർജിൻ പ്രോഡക്റ്റ് എവിടെ വരുന്നത്,
ഈ ഭാഗത്തായിരുന്നു, അത് വൈ ആക്സിസിലാണ്. അതിന് ഫാറ്റ് ഇൻപുട്ട് ആർ റെപ്രസെന്റ് ഓൺ ദി എക്സ് ആക്സിസ്. ഫാറ്റ് ഇൻപുട്ട് എവിടെ വരുന്നത്? താഴെ ഭാഗത്താണ് വരുന്നത്. അത് താഴെ ഭാഗത്ത് വരുന്ന എക്സ് ആക്സിസ് ആണ്, മേലെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് പോയിട്ട് വൈ ആക്സിസിലാണ്. എക്സ് ആക്സിസ് എപ്പോഴും താഴെ ഭാഗത്താണ് വരിക, വൈ ആക്സിസ് എപ്പോഴും ലെഫ്റ്റ് ഭാഗത്ത് വരിക. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞ നമ്മൾ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ. ഒന്നാമത്തെ നമ്മൾ സ്റ്റേജ് പറഞ്ഞിരുന്നു ഇൻക്രീസ് റിട്ടേൺ സ്കെയിലാണ്. എന്താണ് ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ പറഞ്ഞത്? ദിസ് റെപ്രസെൻറ്റഡ് ബൈ എ പോസിറ്റീവ് സ്ലോപ്പ്. അതെന്താണ് പോസിറ്റീവില്? കാരണം ഇൻക്രീസിങ് ആണല്ലോ, അപ്പോൾ അത് നല്ല പോസിറ്റീവായിട്ട് സ്ലോപ്പായും. ദിസ് മീൻസ് ദാറ്റ് ആസ് ദി സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് അറ്റ് എ ഗ്രേറ്റർ റേറ്റ്. നമ്മൾ പറഞ്ഞ നേരത്തെ ഗ്രേറ്റർ, ഈക്വല്, അതുപോലെ തന്നെ സ്മാളർ, ഈ 3 ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ അത് ഏത് ലെവലിൽ വരും? ഗ്രേറ്റർ റേറ്റ് ലെവലിൽ വരും. അതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തെ പറയുക കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. റിട്ടേൺ സ്കെയിൽ കോൺസ്റ്റന്റ് വരുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ. അത് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞതല്ലോ, നേരത്തെ നമ്മൾ ഗ്രാഫിൽ പറഞ്ഞത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, നേരെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റല്ല, ഒരു മാറ്റമില്ല. ഇപ്പോൾ പറഞ്ഞ ഇൻക്രീസ് റിട്ടേൺ എന്താണ്? പോസിറ്റീവിലാണ്. നമ്മൾ സപ്ലൈ കർവ് നമ്മൾ എങ്ങനെ വന്നീനെ? ഈ ലെവലാണ് വന്നീനെ. അപ്പോൾ എന്താണ്? അത് നമ്മൾ പറഞ്ഞ പോസിറ്റീവ് സ്ലോപ്പാണ്. അതുപോലെ തന്നെയാണ് ഇതും പോകുന്നത്. അപ്പോൾ എന്താണ്? പോസിറ്റീവിലാണ്. രണ്ടാമത്തെ പറഞ്ഞത് എന്താണ് കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ പറഞ്ഞത് എന്താ? ദിസ് ഈസ് റെപ്രസെന്റ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ. അത് സ്ട്രൈറ്റ് ലൈനാണ്. ദാറ്റ് ഈസ് നെയ്തർ സ്ലോപ്ഡ് അപ്വാർഡ് ഓർ നോർ ഡൗൺവാർഡ്. ചിലപ്പോൾ അത് അപ്വാർഡ് ആവാം, അല്ലെങ്കിൽ ഡൗൺവാർഡ് ആവാം. അതൊക്കെ എന്താണ്? അത് എങ്ങോട്ട് സംഭവിക്കാം. ദിസ് മീൻസ് ദാറ്റ് ആസ് ദി സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് ദി സെയിം റേറ്റ്. അവിടെ ആ ഈക്വൽ ലെവലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കുറയാനും കൂടാനും സാധ്യതയുണ്ട്. തുല്യമാണ്. ഇൻക്രീസിങ്ങും ഔട്ട്പുട്ടും ഇൻപുട്ടും തുല്യമാണ്. അവിടെ ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഇത് ഔട്ട്പുട്ട് കൂട്ടാം. ഇൻപുട്ട് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഔട്ട്പുട്ട് കുറവായിട്ടും വരാം. ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സംഭവിക്കാം. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഈക്വൽ ആയിരിക്കും. അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആ ലെവൽ നമുക്ക് എന്താവും? ഈക്വൽ ആവും. പിന്നെ മൂന്നാമത്തെ കൺസെപ്റ്റാണ് ഡിഗ്രീസ് റിട്ടേൺ ടു സ്കെയിൽ. അത് ഡിമിനിഷിങ് സ്കെയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഡിമിനിഷ് റിട്ടേൺ സ്കെയിൽ അവിടെ ഡിഗ്രീസിങ് ആയിട്ട് സ്മാൾ ലെവൽ വരുന്നുണ്ട്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ നെഗറ്റീവ് സ്ലോപ്പ്. അത് നെഗറ്റീവായിട്ട് ഇങ്ങനെ എന്തുണ്ട്? അടിയിലെത്തിയില്ലെങ്കിലും കുറഞ്ഞ് ഡിഗ്രീസിങ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ് സ്റ്റേജ് 3യിൽ. ദിസ് മീൻസ് ദാറ്റ് ആസ് ദി സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് എ സ്ലോവർ റേറ്റ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജ് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ എന്തായിരുന്നു? അതേമാതിരി തന്നെ ഇവിടെ പറയുന്നത്. ഈ ഡിമിനിഷിങ് റിട്ടേൺ സ്കെയിലിൽ നിങ്ങൾ നോക്കൂ, നെഗറ്റീവിലോട്ട് വരും. കാരണം ഡിമാൻഡിന് കുറവാണ് ഇവിടെ വരുന്നത്. ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് കൂടുമ്പോൾ പിന്നെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. പ്രൈസ് ഇങ്ങനെ കൂടുമ്പോൾ എന്താവും? ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി വരുമ്പോൾ ഡിമാൻഡ് ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് ഡിമിനിഷ് റിട്ടേൺ സ്കെയിൽ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഡിഗ്രീസ് റിട്ടേൺ സ്കെയിൽ പറഞ്ഞത്. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് അറ്റ് എ സ്ലോവർ റേറ്റ്. ചെറിയ തോതിൽ എന്താ ഉള്ളൂ അവിടെ ചെയ്യുള്ളൂ. സ്മാളർ ലെവൽ നമ്മൾ പറഞ്ഞല്ലോ, ഗ്രേറ്റർ ഈക്വൽ സ്മാളർ. അപ്പം ഇവിടെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താലും സ്ലോവർ റേറ്റിൽ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു മിച്ചമായ രീതിയിൽ അവർക്ക് എന്തേ ഉള്ളൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസിങ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഏത് റിസൾട്ട് രീതിയിൽ വരും? ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത് വരും. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിൻ്റെയും തുല്യത്തിൽ, ടോട്ടലിൻ്റെയും അതുപോലെ തന്നെ അഡീഷണൽ മാർജിനിൻ്റെയും ഇടയിൽ വരുന്നതാണ് ആവറേജ്. നമ്മൾ TP, AP, MP നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതാണ് AP, ആവറേജ് പ്രൊഡക്റ്റ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ആ ലെവലിലോട്ട് നമ്മൾ വരുന്നതിനാണ് പറഞ്ഞത്. ദിസ് മീൻസ് ദാറ്റ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസത്തും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ആയാൽ ചെറിയ തോതിൽ നമുക്ക് എന്ത് ചെയ്യാം? റേറ്റ് സ്ലോവർ റേറ്റ് നമുക്ക് പോവാം. അപ്പോൾ വരുമ്പം ഒരു ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലെവലിലോട്ട് നമുക്ക് എത്തും. ചിലപ്പോൾ കുറയാനും ചിലപ്പോൾ കൂടാനും നമുക്ക് ചാൻസ് ഉണ്ട്. പറ്റും അങ്ങോട്ട് കുറഞ്ഞ് പോവില്ല. ദ പോയിന്റ് വേർ ദി റിട്ടേൺ ടു സ്കെയിൽ ചേഞ്ച് ഫ്രം ഇൻക്രീസിങ് ടു കോൺസ്റ്റന്റ് ഓർ ഫ്രം കോൺസ്റ്റന്റ് ടു ഡിക്രീസിങ് ഈസ് കാൾഡ് ദി പോയിന്റ് ഓഫ് ഒപ്റ്റിമം സ്കെയിൽ. ഈ പോയിന്റ് ഓഫ് ഒപ്റ്റിമം സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്?
ചിലപ്പോൾ റിട്ടേൺ ടു സ്കെയിൽ ചേഞ്ച് ഫ്രം എന്തിന് ചേഞ്ച് വരും, ഇൻക്രീസിൽ നിന്ന് കോൺസ്റ്റൻറ്റിക്ക് വരും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡിക്രീസിങ് വരും. അതായത് ഫസ്റ്റ് എന്ത് ചെയ്തു, ഇൻക്രീസ് നേരെ ദിക്ക് കോൺസ്റ്റന്റ് പോയി, കോൺസ്റ്റന്റ് നേരെ ദിക്ക് പോയി, എക്ക് പോയി, ഡിക്രീസിങ് പോയി. അതാണ് ഒപ്റ്റിമം സ്കെയിലിൻ്റെ ഇത് പറയുന്നത്. ദിസ് ദ പോയിന്റ് വേർ ദി ഫേം ക്യാൻ അച്ചീവ് മാക്സിമം എഫിഷ്യൻസി ഇൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് മിനിമം ഇസ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, മാക്സിമം എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, എഫിഷ്യൻസി രീതിയിൽ അച്ചീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ പ്രോസസ് നടത്തി നോക്കുക. ആൻഡ് മിനിമൈസ് ദിസ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ആവറേജ് ലെവലിൽ നിൽക്കാതെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആവറേജ് ലെവൽ വെച്ചിട്ട് മാക്സിമം അച്ചീവ് ചെയ്യാൻ നോക്കുക എന്നുള്ള ഏത് ഒരു എത്തിക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം, അത് ചെയ്യണം. ഇനി നമ്മൾ യൂണിറ്റ് 4 നമ്മൾ തീരാൻ പോവാണ്. നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ എന്താണ്, പ്രൊഡക്ഷൻ ഫങ്ഷൻസ് എന്താണ്, ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണ്, രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഷോർട്ട് റണ്ണിനെ കുറിച്ചൊരു ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്രീഫ് റിവിഷൻ നമ്മൾ ഇവിടെ പറയാൻ പോവാണ്. ഒന്ന് പ്രൊഡക്ഷൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ. പിന്നെ പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ടീവ്, എന്താണ് പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ടീവ്, എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിനാണ് പ്രൊഡക്ഷൻ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഷോർട്ട് റൺ പറഞ്ഞു, എന്തേ ഉള്ളൂ, ഒരു ഇൻപുട്ടിന് മാത്രമേ, അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് ഫിക്സഡ്. ലോങ് റൺ ആണെങ്കിലോ ഫങ്ഷൻ ഷോ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിത്ത് ആൾ ഇൻപുട്ട് ബിഗിൻ അഡ്ജസ്റ്റബിൾ. ലോങ് റൺ ആണെങ്കിൽ എല്ലാം കൂടി അഡ്ജസ്റ്റബിൾ ചെയ്തിട്ട് രീതിയിലാവും വരിക. പിന്നെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജാണ്, പിന്നെ ഷോർട്ട് റൺ സ്റ്റേജിലാണ് വരുന്നത്. അതെന്ത് ചെയ്യും, വൺ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യും, മറ്റേതൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ നമ്മളെന്താ പറഞ്ഞു, 3 സ്റ്റേജുകളൊക്കെ പറഞ്ഞു ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിൽ. അതൊന്നും എന്തായിരുന്നു, ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ, 2 ഡിമിനിഷ് റിട്ടേൺ, 3ാമത്തെ നെഗറ്റീവ് റിട്ടേൺ. പിന്നെ നമ്മൾ പറഞ്ഞ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ലോങ് റണ്ണിൽ പറഞ്ഞ കൺസെപ്റ്റാണ്. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ കൺസെപ്റ്റിൽ വരുന്നതാണ്. അതിൽ 3 ടൈപ്പ് ഓഫ് റിട്ടേൺ സ്കെയിൽ പറഞ്ഞു. എന്താണ്, ഇൻക്രീസിങ്ങും കോൺസ്റ്റന്റും അതുപോലെ തന്നെ ഡിക്രീസിങ്ങും. ഓക്കെ, ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 4 പ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകൾ പറഞ്ഞു, അതിൻ്റെ റിവിഷൻസുകളൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, പ്രൊഡക്ഷൻസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.